ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള സൺസെറ്റ് മോക്ടെയിലാണ്. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഒരു 4 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കാം. ഇനി നമുക്ക് തണ്ണിമത്തൻ്റെ ജ്യൂസാണ് വേണ്ടുന്നത്. കുറച്ച് തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളവും പഞ്ചസാരയും ഒന്നും ചേർക്കരുത്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അരിച്ചെടുക്കാം. തണ്ണിമത്തൻ ജ്യൂസും ഓറഞ്ച് ജ്യൂസും തയ്യാറായി കഴിഞ്ഞു. സൺസെറ്റ് മോക്ടെയിൽ തയ്യാറാക്കാനായിട്ട് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് 8 പുതിനയില ഇടാം. നാരങ്ങ സ്ലൈസ് ചെയ്തത് 3 പീസ് ഇടാം. പഞ്ചസാര പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് ഏകദേശം 100 ml ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് ഇടാം. നമുക്ക് തണുപ്പ് വേണ്ടുന്നതനുസരിച്ച് ഐസ് ക്യൂബിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനൊരു 10 എണ്ണം ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രൈറ്റോ സോഡയോ നമുക്ക് ഒഴിക്കാം. ഞാനിവിടെ സ്പ്രൈറ്റാണ് ഒഴിക്കുന്നത്. സ്പ്രൈറ്റും 75 മുതൽ 100 ml വരെ ഒരു ഗ്ലാസ്സിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന തണ്ണിമത്തൻ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിക്കാം. തണ്ണിമത്തൻ ജ്യൂസ് ഒഴിക്കുമ്പോൾ ഇതുപോലെ ഗ്ലാസിൻ്റെ സൈഡിലൂടെ വേണം ഒഴിക്കാൻ. ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് മിക്സാണിത്. ഈ ജ്യൂസ് കുടിച്ചു തുടങ്ങുമ്പോൾ മിക്സ് ചെയ്യാതെ വേണം കുടിക്കാൻ. മുകളിലും താഴെയും വ്യത്യസ്തമായ ഒരു ടേസ്റ്റും ഇത് രണ്ടും കൂടെ മിക്സ് ആകുന്ന ഭാഗത്ത് വേറൊരു ടേസ്റ്റുമാണ് കിട്ടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം.